TSH കുറെ റിലീസ് ചെയ്യാനായിട്ടുള്ള ഫീഡ്ബാക്ക് പോകും. അപ്പൊ കുറെ TSH റിലീസ് ചെയ്യുമ്പോൾ അത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. അപ്പൊ തൈറോയിഡിന്റെ ആക്ടിവിറ്റി കൂട്ടും. അയഡിൻ ഇല്ലെങ്കിൽ അത് വെറുതെ വേണം ഭയങ്കര ആക്റ്റീവ് ആയിട്ടിരിക്കും. ഹലോ, മനസ്സിലായി, പറഞ്ഞോ. ആ അപ്പൊ ഈ സെക്രീറ്റ് ചെയ്യുന്നതിൽ യൂതൈറോയിഡ് ആണെങ്കിലും ഗ്ലാൻഡിന് ഹൈപ്പർട്രോഫി ഹൈപ്പർപ്ലേസിയ ഉണ്ടാവും. ഓക്കെ, ഇതിന്റെ സ്റ്റേജസ് 3 സ്റ്റേജസ് ആയിട്ട് പറയുന്നുണ്ട്. ആദ്യം എന്ന് വെച്ചാൽ സ്റ്റേജ് ഹൈപ്പർപ്ലേഷ്യ ഹൈപ്പർട്രോഫി. TSH സ്റ്റിമുലേറ്റ് ചെയ്തു, അപ്പൊ ഗ്ലാൻഡിന് എന്തായാലും ഒരു ആക്റ്റീവ് ആയിട്ട് ഇരിക്കുമല്ലോ. അപ്പൊ ഗ്ലാൻഡിന് ഡിഫ്യൂസ് ഹൈപ്പർപ്ലാസ്റ്റിക് ഗോയിറ്റർ ഉണ്ടാവും. ഡിഫ്യൂസ് ആയിട്ട് മൊത്തത്തിൽ ഒരു ഹൈപ്പർപ്ലേഷ്യ ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് കുറെ നാളിങ്ങനെ TSH റിലീസ് ചെയ്യാണ്ട്, പക്ഷെ ഇത് ഹോർമോൺ ഇല്ല, TSH റിലീസ് ചെയ്യുന്നുണ്ട്, ഹോർമോൺ ഇല്ല, ഇങ്ങനെ നിൽക്കുമ്പോൾ കുറെ ഹൈപ്പർപ്ലാസ്റ്റിക് ആയിട്ടുള്ള ഗോയിറ്റർ ഇനാക്റ്റീവ് ആയി പോകും. ഓക്കെ, അപ്പം ഏരിയാസ് മിക്സ്ഡ് പാറ്റേൺ ഉണ്ടാവും വിത്ത് ഏരിയാസ് ഓഫ് ആക്റ്റീവ് ആൻഡ് ഇനാക്റ്റീവ് ലോബ്യൂൾസ് ഉണ്ടാവും. ഫ്ലക്ച്വേറ്റിംഗ് സ്റ്റിമുലേഷൻ ആയിരിക്കും. ഹലോ, പറഞ്ഞു. എന്നിട്ട് ആക്റ്റീവ് ലോബ്യൂൾസ് ആണെങ്കിൽ ആക്റ്റീവ് ലോബ്യൂൾസിന് കുറെ ബ്ലഡ് സപ്ലൈ ഒക്കെ കിട്ടും. ആക്റ്റീവ് ആയിട്ട് ഇരിക്കുകയല്ലേ, അതിനകത്ത് കുറെ വാസ്കുലർ ഹൈപ്പർപ്ലേഷ്യ ഒക്കെ ഉണ്ടായിട്ട് ലാസ്റ്റ് അത് പൊട്ടും, ഹെമറേജ് ഉണ്ടാവും. ഹെമറേജ് ഉണ്ടായിട്ട് ആക്റ്റീവ് ലോബ്യൂൾസിന്റെ നടുക്ക് സെൻട്രൽ നെക്രോസിസ് ഉണ്ടാവും. പക്ഷെ പെരിഫറി അപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ പെരിഫറിയിൽ ആക്റ്റീവ് ആയിരിക്കും, സെൻട്രൽ നെക്രോസിസും ഉണ്ടാവും. ഈ നെക്രോട്ടിക് ആയിട്ടുള്ള ഈ ലോബ്യൂൾസ് എല്ലാം കൂടെ നൊഡ്യൂൾ ഉണ്ടാവും. അങ്ങനെ നൊഡ്യൂൾ ഉണ്ടാവണം. ഈ നൊഡ്യൂളിന്റെ സെൻട്രൽ എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ആയിരിക്കും. അത് നെക്രോസിസ് ഒന്നില്ല, അപ്പൊ അതിന് ആക്ടിവിറ്റി ഇല്ല. ഹലോ, കുറെ ഫോളിക്കിൾസ് എല്ലാം കൂടെ വന്നിട്ടേ ആക്റ്റീവ് ആയിട്ടുള്ള ഫോളിക്കിൾസ് പൊട്ടിയിട്ട് സെൻട്രൽ നെക്രോസിസും പെരിഫറി മാത്രം ആക്റ്റീവ് ആയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ സെൻട്രൽ ഇനാക്റ്റീവും പെരിഫറിയിൽ ആക്റ്റീവ് ആയിട്ട് ഈ മൾട്ടിപ്ലൈ ചെയ്യുന്ന കൊളോയിഡ് നോഡ്യൂൾസ് ആയിരിക്കും ഉണ്ടാവുക. എന്നിട്ട് അങ്ങനെ കുറെ നോഡ്യൂൾസ് വരുമ്പോഴേക്കും നമ്മുടെ മൾട്ടി നോഡുലാർ ഗോയിറ്ററായി. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് ഹൈപ്പർപ്ലേഷ്യ ഹൈപ്പർട്രോഫി, പിന്നെ ഫ്ലക്ച്വേറ്റിംഗ് TSH ആയിരിക്കും. പിന്നെ സ്റ്റേജ് 3 എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് നോഡ്യൂൾസ്. ഇന്റർ നോഡുലാർ ടിഷ്യൂസ് ആയിരിക്കും അതിനകത്ത് ആക്റ്റീവ് ആയിട്ടുണ്ടാവുക. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഗോയിറ്ററും സാധനങ്ങളൊക്കെ തൈറോയിഡ് വരെയൊക്കെ കൂടുതൽ ഫീമെയിൽസിലാണ് ഉണ്ടാവുക. ഓക്കെ, ഒരു മിഡിൽ ഏജ് ഫീമെയിൽസ് അല്ലെങ്കിൽ ഒരു 30 to ഒരു 50 ഒക്കെ, അതൊക്കെ റേഞ്ച് പറയാം. മിഡിൽ ഏജ് ഫീമെയിൽസ് ആയിരിക്കും. ഈ രണ്ട് സാധനങ്ങൾ സ്ലോലി പ്രോഗ്രസീവ് ആണ്. SNTയും MNGയും സ്ലോലി പ്രോഗ്രസീവ് ആയിരിക്കും. മൾട്ടി നോഡുലാർ നമുക്കറിയാലോ, കാണുമ്പോൾ തന്നെ എങ്ങനെ ഇരിക്കും, മൾട്ടിപ്പിൾ നോഡ്യൂൾസ് ആയിരിക്കും. പിന്നെ ഫേം നോഡുലാർ ആയിരിക്കും, തൊട്ട് നോക്കുമ്പോൾ നോൺ ടെൻഡർ ആയിരിക്കും. ഇത് രണ്ടും പെയിൻലെസ് ആട്ടോ. നോൺ ടെൻഡർ ആയിരിക്കും, വിച്ച് മൂവ്സ് വിത്ത് ഡിഗ്ലൂട്ടീഷൻ. മൂവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഡിഗ്ലൂട്ടീഷൻ സോളോ ചെയ്യുമ്പോൾ ക്രിക്കോ തൈറോയിഡ് ഇല്ലേ, അതും കൂടെ മേളിലേക്ക് മൂവ് ചെയ്യില്ലേ, ട്രക്കിയ മേളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ കൊടുത്ത് ക്രിക്കോ തൈറോയിഡ്. ബെറീസ് ലിഗമെന്റ് എന്ന് പറയുന്നത് ക്രിക്കോ തൈറോയിഡിനെ നമ്മുടെ ഗ്ലാൻഡിനും കൂടെ അറ്റാച്ച് ചെയ്യുന്ന സാധനം. അപ്പം ട്രക്കിയയും ക്രിക്കോ തൈറോയിഡ് മേളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഗ്ലാൻഡും കൂടെ മൂവ് ചെയ്യും. ഹലോ, അപ്പൊ ഈ ഗ്ലാൻഡിന്റെ സാധനങ്ങൾക്ക് നമുക്ക് മൂവ്സ് ഡിഗ്ലൂട്ടീഷൻ ആണ്. പിന്നെ റീസെന്റ് ഇൻക്രീസിംഗ് സൈസ്, ഇപ്പൊ നമ്മൾ പറഞ്ഞ സ്ലോലി പ്രോഗ്രസീവ് ഗ്രോത്ത് ആണ്. അപ്പൊ അതെല്ലാം നോക്കുമ്പോൾ ഭയങ്കര ഇൻക്രീസിംഗ് സൈസ് ആണെങ്കിൽ ഒന്നെങ്കിൽ മാലിഗ്നന്റ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിനകത്ത് ഹെമറേജ് വന്നിട്ടായിരിക്കും പെട്ടെന്ന് സൈസ് കൂടിയത്. പിന്നെ ഒരു ടെസ്റ്റ് പറയുന്നത് പോസിറ്റീവ് കോച്ചേഴ്സ് ടെസ്റ്റ്. പോസിറ്റീവ് കോച്ചേഴ്സ് ടെസ്റ്റ് എന്ന് വെച്ചാൽ അത് ഒന്നുമില്ല. ഇപ്പൊ പേഷ്യന്റ് നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുക, ഓക്കെ, നമ്മൾ ഫ്രണ്ടിൽ നിന്നാണ് പേഷ്യന്റിനെ ഇവാലുവേറ്റ് ചെയ്യണേ. അപ്പം ഈ ഒരു ലാറ്ററൽ ലോബിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പം, ഇപ്പം ഈ മൾട്ടി നോഡിൽ വെച്ചാൽ കുറെ സ്ട്രൈഡർ ആയിട്ട് വന്നു, കംപ്രഷൻ ആയിട്ട് വന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് ലാറ്ററൽ ലോബിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, സ്ട്രൈഡർ കൂടും. ഹലോ, ഓൾറെഡി നാരോ ട്രക്കിയാണ്. എന്നിട്ട് നമ്മൾ അതിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ സ്ട്രൈഡർ ഒന്നും കൂടെ കൂടും. അതാണ് കോച്ചേഴ്സ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ട്രക്കിയൽ കംപ്രഷൻ കൊണ്ടിട്ട് കേട്ടോ, ലൈറ്റ് ആയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ മിഡിൽ ഏജ് ഫീമെയിൽ ആയിരിക്കും, മൾട്ടിപ്പിൾ നോഡ്യൂൾസ് ഉണ്ടാവും, അത് സ്ലോലി പ്രോഗ്രസീവ് ആയിരിക്കും. തൊട്ട് നോക്കുമ്പോൾ എങ്ങനെയാണ് ഫേം നോഡുലർ നോൺ ടെൻഡർ സാധനങ്ങളൊക്കെ. റീസെന്റ് ഇൻക്രീസിംഗ് സൈസ് ആണെങ്കിൽ മാഗ്നൻസി ഹെമറേജും പോസിറ്റീവ് കോച്ചേഴ്സും. കംപ്രഷൻ സിംറ്റംസ്, ഡിസ്നിയ, ഡിസ്ഫോണിയ, വളരെ ഒരു വലിയൊരു നോഡ്യൂൾ അല്ലേ. പിന്നെ വേണമെങ്കിൽ കുറെ നാൾ കഴിയുമ്പം ഇത് T4 ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഭയങ്കര ആക്റ്റീവ് ആയിട്ട് T3യും T4ഉം കുറെ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ സെക്കൻഡറി തൈറോയ്ഡ്. ഹലോ, കേൾക്കാവോ? ഹലോ, എന്തുവരെ ആയിട്ടായിരുന്നു? ഡിസ്നിയ, ഡിസ്പേജിയ?
ഹലോ 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 എടാ ഹലോ സിംറ്റംസ് മുതൽ ഒന്നുകൂടെ പറയാവോ? ഇത് കേട്ടില്ല? ക്ലിയർ ആയില്ല, അപ്പൊ കട്ടായിരുന്നു. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് കേട്ടില്ല? ഇത് കേട്ട് കോംപ്ലിക്കേഷൻസ് ആട്ടോ ഇത്. കോംപ്ലിക്കേഷൻസ്. ഭയങ്കര വലുതായി കുറെ നൊഡ്യൂൾസ് വന്നിട്ട് വലിയ നൊഡ്യൂൾ ആണെങ്കിൽ ബാക്കിൽ പ്രസ് ചെയ്ത് കംപ്രഷൻ സിംറ്റംസ് ഉണ്ടാവും, ഡിസ്നിയ, ഡിസ്പേജിയ, ഡിസ്ഫോണിയ. പിന്നെ കുറെ നാളെ ആക്റ്റീവ് നൊഡ്യൂൾസ് ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ അതിനകത്തുനിന്ന് കുറെ T3 T4 ഒക്കെ ഭയങ്കരമായിട്ട് സെക്രീറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ തൈറോയ്ഡ് ടോക്സിക്കോസിസ് ഉണ്ടാവും. പിന്നെ ഒരു നൊഡ്യൂൾ ഇങ്ങനെ അബ്നോർമൽ ആയിട്ടുള്ള നൊഡ്യൂൾ ഇല്ലേ, അകത്ത് നെക്രോസിസും പുറത്ത് ആക്റ്റീവ് ആയിട്ടിരിക്കുമ്പം അപ്പൊ കാർസിനോമ ഉണ്ടാവും. പിന്നെ അത് പൊട്ടിയിട്ട് ഹെമറേജ് ഉണ്ടാവാം, കാൽസിഫിക്കേഷൻ, ഡീജനറേഷൻ ഒക്കെ ഉണ്ടാവും. ബാക്കിലേക്കാണെങ്കിൽ ട്രക്കിയൽ ഒബ്സ്ട്രക്ഷൻ. പിന്നെ ഇത് വലുതായിട്ടിരിക്കുമ്പോൾ ഒരു കോസ്മെറ്റിക് പ്രോബ്ലം അല്ലേ ആൾക്കാർക്ക്. അത്രേ ഉള്ളൂ. തള്ളാൻ പറ്റുന്ന സാധനങ്ങൾ. ഇൻവെസ്റ്റിഗേഷൻ, തൈറോയിഡിന്റെ എന്ത് സാധനം വന്നാലും നമ്മൾ TFT ചെയ്യും. പിന്നെ നമ്മൾ വെറുതെ അൾട്രാസൗണ്ട് എടുത്ത് നോക്കണം. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ചുമ്മാ അൾട്രാസൗണ്ട് എടുത്ത് നോക്കുന്നു. അപ്പം ഈ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് അറിയില്ലേ, T3 T4 TSH ഫ്രീ T4 കാര്യങ്ങളൊക്കെ. പിന്നെ അൾട്രാസൗണ്ടിന്റെ നെക്കിന്റെ എടുത്ത് നോക്കും. അപ്പൊ നമ്മള് അൾട്രാസൗണ്ടിനകത്ത് ഇപ്പൊ കുറെ ഹൈ ഡെഫിനിഷൻ അൾട്രാസൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതാണെങ്കിൽ നമുക്ക് പാൽപ്പബിൾ അല്ലാത്ത നൊഡ്യൂൾസ് വരെ ലെസ് ദാൻ 0.3 സെന്റിമീറ്റർ ഉള്ള നൊഡ്യൂൾസ് ഒക്കെ വരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ അൾട്രാസൗണ്ടിൽ കൂടെ. പിന്നെ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ, അതിനകത്ത് അൾട്രാസൗണ്ട് ഗൈഡഡ് ഫൈൻ നീഡിൽ FNAC ആണ് ഇപ്പൊ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. അൾട്രാസൗണ്ട് ഗൈഡഡ് FNAC രണ്ടിനകത്തും എന്താ കാര്യം എന്ന് അറിയണമെങ്കിൽ നമുക്ക് ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി എടുത്ത് നോക്കണ്ടേ. അങ്ങനെ എടുത്ത് നോക്കിയിട്ട് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് FNAC നമ്മൾ എടുക്കുന്നത് മോസ്റ്റ് ഡോമിനന്റ് ആയിട്ട് അല്ലെങ്കിൽ മോസ്റ്റ് സസ്പീഷ്യസ് നൊഡ്യൂൾ എന്നായിരിക്കും FNAC എടുക്കുന്നത്. ഏറ്റവും വലുതായിട്ട് ഇരിക്കുന്ന ഒരു നൊഡ്യൂൾ എന്നാണ് നമ്മൾ എടുക്കുന്നത്. അല്ലെങ്കിൽ മോർ ദാൻ 1 നൊഡ്യൂൾ എന്ന് എടുത്താൽ അത് ഡയഗ്നോസിസിന് നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഹലോ കേൾക്കാലോ അല്ലെ? പിന്നെ ബ്ലഡ് കൗണ്ടും കാൽഷ്യത്തിന്റെ ലെവലൊക്കെ നമ്മൾ നോക്കണം തൈറോയിഡ് ആയതുകൊണ്ട്. പിന്നെ എക്സ്റേ എടുത്ത് നോക്കാം. എക്സ്റേ നെക്കിൽ നമ്മൾ ഫ്രണ്ട് എന്നുള്ള വ്യൂ AP വ്യൂ ലാറ്ററൽ വ്യൂ ആയിരിക്കും നോക്കേണ്ടത്. അപ്പൊ അതിനകത്ത് നമുക്ക് കാൽസിഫിക്കേഷനോ കംപ്രഷനോ ട്രക്ക് ഉണ്ടെന്ന് അറിയാം, പൊസിഷനൊക്കെ അറിയാൻ പറ്റും എക്സ്റേയില്. പിന്നെ CTയും MRI ഒക്കെ വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഇൻഡയറക്ട് ലാരിംഗോസ്കോപ്പിയിൽ വോക്കൽ കോഡ് കാണാൻ പറ്റുമല്ലോ. അപ്പൊ വോക്കൽ കോഡിന് എന്തെങ്കിലും കംപ്രഷനോ മൊബൈൽ എന്തുകൊണ്ടോ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഡയറക്ട് ലാരിംഗോസ്കോപ്പിയിൽ അറിയാൻ പറ്റും. പിന്നെ റേഡിയോ ഐസോട്ടോപ്പ് അയഡിൻ സ്കാൻ. ഈ റേഡിയോ ഐസോട്ടോപ്പ് സ്കാൻ ചെയ്യുന്നത് നമുക്ക് ഹോട്ട് നൊഡ്യൂളും കോൾഡ് നൊഡ്യൂളും കിട്ടും. ഹോട്ട് ആണെങ്കിൽ എപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ളതായിരിക്കും, ഭയങ്കര ഹോട്ട് ആയിരിക്കും. ഓക്കെ, ഭയങ്കര അപ്പൊ ആക്റ്റീവ് നൊഡ്യൂളും. കോൾഡ് ആണെങ്കിൽ ഇൻആക്റ്റീവ് നൊഡ്യൂൾ, ഭയങ്കര തണുത്ത നൊഡ്യൂൾ. കേട്ടോ? ഇത്രയാണ് ഇൻവെസ്റ്റിഗേഷൻസ്. ഉള്ള എല്ലാം എഴുതണം. USG FNAC കണ്ട സാധനങ്ങളൊക്കെ എഴുതണം. ഇതൊന്നുമില്ല. ഇത് ബാക്കിലേക്കുള്ള ട്രക്കിയന്റെ ഈ ഗ്ലാൻഡിന് ട്രക്കിയന് അല്ല ഈസോഫേഗസിന് അങ്ങോട്ടേക്കൊക്കെ വരുന്ന ഇതൊന്നുമില്ല. ഇത് CTA റിട്രോസ്റ്റേണൽ എക്സ്റ്റൻഷൻ ഒക്കെ നോക്കാനായിട്ടാണ് നമ്മൾ മെയിൻലി CT എടുക്കണം. കാണാവോ റിട്രോസ്റ്റേണൽ എക്സ്റ്റൻഷൻ? ഇത് എക്സ്റേ, ട്രക്കിയ കംപ്രസ് ആയിട്ടുണ്ടോ അതിന്റെ പൊസിഷൻ ഒക്കെ അറിയാൻ പറ്റും. കാൽസിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു പാടൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇതെന്ന് പറയുന്നത് ഇതിപ്പോ നമ്മൾ റിട്രോസ്റ്റേണൽ എക്സ്റ്റൻഷൻ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പം ഈ എന്താണ് എംറ്റിങ് ഓഫ് വെയിൻസ് ഇല്ലേ, അത് നടക്കൂല. തൊറാസിക് ഇൻലെറ്റ് ഒക്ലൂഡ് ആയി പോകും. അപ്പൊ നമ്മുടെ അപ്പർ തൊറാക്സിലുള്ള വെയിൻസ് ഒക്കെ ഡയലേറ്റ് ആയിട്ട് കാണുന്നതാണിത് കേട്ടോ, റിട്രോസ്റ്റേണൽ എക്സ്റ്റൻഷനിൽ കാണുന്നത്. പേരുണ്ട്, എന്താ പേര്? പെമ്പർട്ടൺ സൈൻ. അത് നമ്മള് മേലേക്ക് നോക്കുമ്പോഴേ കൈ നോക്കിയിട്ടല്ലേ? അല്ല, അങ്ങനത്തെ എന്തോ ആണ്. അത് ഞാൻ വൈകുന്നേരം പറയാം. ഇതിനകത്ത് ഇവിടെ കണ്ടോ മേളില് ഒരു തീർത്തിരിക്കുന്നേ എക്സ്റേയിൽ റിട്രോസ്റ്റേണൽ എക്സ്റ്റൻഷൻ. പിന്നെ ഇതെന്താ CT ആണെന്ന് തോന്നുന്നു അല്ലേ? CTക്കകത്ത് ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ട്രക്കിയനെ കംപ്രസ് ചെയ്യുന്നുണ്ട്. ഇത് തൈറോയിഡ് സ്കാൻ ഇല്ലേ, റേഡിയോ ഐസോട്ടോപ്പ് അയഡിൻ 131 സ്കാനില് നോർമൽ ആണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. രണ്ടും ഈക്വൽ അപ്ടേക്ക് ആയിരിക്കും. ഹോട്ട് നൊഡ്യൂൾ, കോൾഡ് നൊഡ്യൂൾ, മൾട്ടിപ്പിൾ നൊഡ്യൂൾസ്. ഓക്കെ. ട്രീറ്റ്മെന്റ്, മൾട്ടിപ്പിൾ നൊഡ്യൂൾസ് ഇരിക്കുമല്ലേ, അപ്പൊ യൂഷ്വലി നമ്മൾ സർജറിയാണ്. ഇനി വലിയ ഗ്ലാൻഡ് ഒക്കെ ആണെങ്കിൽ സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഡ്രഗ്സ് കൊടുത്ത് നോക്കാം. യൂഷ്വലി സർജറി. ബിക്കോസ് ഒരു ഇത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഡിഫ്യൂസ് ഹൈപ്പർപ്ലാഷ്യ കഴിഞ്ഞാല് മറ്റേ സാധനം പറഞ്ഞില്ലായിരുന്നോ, ഫ്ലക്ച്വേഷൻ നൊഡ്യൂൾസ് ഉണ്ടായി കഴിഞ്ഞു, കുറച്ച് ഇനാക്റ്റീവ് ആയി, അകത്ത് ഹെമറേജ് നെക്രോസിസ് ഒക്കെ വന്ന് സെൻട്രൽ നെക്രോസിസ് വന്ന് കഴിഞ്ഞിട്ട് നൊഡ്യൂൾ ആയി കഴിഞ്ഞുള്ള സ്റ്റേജ് തൊട്ട് ഇറിവേഴ്സിബിൾ ആണ് കേട്ടോ. അതുകൊണ്ട് സർജറി മാത്രമേ ഉള്ളൂ.
ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള സ്റ്റേജ് ആവുകയാണെങ്കിൽ സർജറി മാത്രമേ ഉള്ളൂ. പിന്നെ കോംപ്ലിക്കേഷൻസ് കാരണം നമുക്ക് സർജറി ചെയ്യണം. ഇപ്പൊ ടോക്സിക് ആയി കുറെ T3 T4 ഒക്കെ വന്ന് സെക്കൻഡറി തൈറോടോക്സിക് ആവുകയാണെങ്കിൽ നമ്മൾ സർജറി ചെയ്യണം. ഇപ്പൊ ഹെമറേജ് ഉണ്ട് അല്ലെങ്കിൽ കാർസിനോമാറ്റിസ് എന്തെങ്കിലും ചേഞ്ചസ് അപ്പിയർ ചെയ്ത് തുടങ്ങുവാണെങ്കിൽ നമ്മൾ സർജറി ചെയ്ത്, കോംപ്ലിക്കേഷൻസ് വരുവാണെങ്കിൽ സർജറി ചെയ്യണം. പിന്നെ ബാക്കിലേക്ക് കംപ്രസ് ചെയ്യുന്നു, പേഷ്യന്റ് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇപ്പൊ നടക്കുമ്പോൾ എപ്പോഴും എണീറ്റിരിക്കുമ്പോൾ തന്നെ ഭയങ്കര കംപ്രഷൻ ഫീൽ ചെയ്യുന്നു, സംസാരിക്കുമ്പോൾ സൗണ്ടിന് ചേഞ്ച് വരുന്നു, അങ്ങനെ പ്രഷർ സിംറ്റംസ് വരുവാണെങ്കിൽ സർജറി. പിന്നെ കോസ്മെറ്റിക് ഒബ്വിയസ്ലി സർജറി ചെയ്യാം. പിന്നെ റിട്രോസ്റ്റോണൽ എക്സ്റ്റൻഷൻ ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ് ഇൻഡിക്കേഷൻ ആണ് സർജറിക്ക്. അപ്പം ഇറിവേഴ്സിബിൾ ആയതുകൊണ്ട് ഒരു കാര്യം. പിന്നെ എന്താണ് കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട് പ്രഷർ സിംറ്റംസ്, അതുകൊണ്ട് പേഷ്യന്റ് പറ്റുന്നില്ല. റിട്രോസ്റ്റോണൽ എക്സ്റ്റൻഷൻ കൊണ്ട് ഈ നമ്മുടെ thoracic ക്യാവിറ്റിന്റെ ഒക്കെ പ്രഷർ ചേഞ്ചസ് ഒക്കെ വന്നിട്ട് ഹാർട്ടിനെയൊക്കെ എഫക്ട് ചെയ്യും. കോസ്മെറ്റിക്സ് ഏർലി സ്റ്റേജ് അല്ലെങ്കിൽ ഡിഫ്യൂസ് ഹൈപ്പർപ്ലേഷ്യ ഇല്ലേ, ആ സ്റ്റേജ് റിവേഴ്സിബിൾ ആണ്. അപ്പൊ നമുക്ക് തൈറോക്സിൻ കൊടുക്കാം. തൈറോക്സിൻ കൊടുക്കുമ്പോൾ എന്ത് പറ്റും, ബോഡിയിലെ സെൽസിന് ആവശ്യത്തിന് തൈറോക്സിൻ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ TSH ന് നമുക്ക് ഫീഡ്ബാക്ക് കൊടുക്കൂല, പിറ്റ്യൂട്ടറിന് ഫീഡ്ബാക്ക് കൊടുക്കൂല TSH റിലീസ് ചെയ്യാനായിട്ട്. കേട്ടോ, മനസ്സിലായോ? ഗ്ലാൻഡ് ആവശ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ TSH ഉണ്ടാക്കുന്ന പറഞ്ഞാൽ എപ്പോഴും അങ്ങോട്ടേക്ക് ഫീഡ്ബാക്ക് പോകില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് സപ്ലിമെന്റ് ചെയ്താലും സെയിം സാധനം തന്നെയല്ലേ, ബോഡിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നെഗറ്റീവ് ഫീഡ്ബാക്ക് വഴി ഇൻഹിബിറ്റ് ചെയ്തോളും TSH റിലീസ്. TSH റിലീസ് കുറയുമ്പോൾ എന്ത് പറ്റും, ഗ്ലാൻഡിന് അധികം ഹൈപ്പർപ്ലേഷ്യ ഉണ്ടാക്കണ്ട. TSH അല്ലേ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്ലാൻഡിനെ. പിന്നെ സർജറി എന്ന് വെച്ചാൽ ടോട്ടൽ തൈറോയിഡക്ടമി, സബ് ടോട്ടൽ തൈറോയിഡക്ടമി ഓർ പാർഷ്യൽ തൈറോയിഡക്ടമി. പടം കാണിച്ചു തരാം, കാണാവോ? ഹെമി തൈറോയിഡക്ടമി എന്ന് വെച്ചാൽ ഹാഫ് തൈറോയിഡക്ടമി, അതെന്ന് വെച്ചാൽ ഒരു ലോബും ഇസ്മസും കൂടെ കളയും. സബ് ടോട്ടൽ തൈറോയിഡക്ടമി എന്ന് വെച്ചാൽ ഒരു ലോബും ഇസ്മസും മറ്റേ ലോബിന്റെ 1/4 ഭാഗം കളയും. 8 ഗ്രാം മാത്രമേ അവർ ബാക്കി വെക്കുള്ളൂ. 6 to 8 grams എന്ന് പറയുന്നത്. 8 ഗ്രാം മാത്രം ബാക്കി വെച്ച് സബ് ടോട്ടലിന് കുറച്ച് മാത്രം ബാക്കി. ഇനി നിയർ ടോട്ടൽ ആണെങ്കിൽ പിന്നെയും കുറച്ചും കൂടെ ക്ലോസ് ആയിട്ടാണ്, എന്ന് വെച്ചാൽ 1.5 grams എന്തേ ബാക്കി വെക്കുള്ളൂ. ഈ ബാക്കിലെ ലിഗമെന്റ് ഓഫ് ബെറീഡ് ഒക്കെ അവിടെയില്ലേ, 1.5 gram വരെ പോസ്റ്റീരിയർ പോളിന്റെ ഒക്കെ അവിടെ കുറച്ച് മാത്രം ബാക്കി വെക്കുക. നിയർ ടോട്ടൽ ആണെങ്കിൽ മൊത്തം കളഞ്ഞു. പിന്നെ ഒരു പാർഷ്യൽ തൈറോയിഡക്ടമി ഓർ ഹാർട്ട്ലി ഡൺഹിൽ സർജറി എന്ന് പറയുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഒരു ഗ്ലാൻഡും ഇസ്മസും മറ്റേതിന്റെ പകുതി. പിന്നെ കംപ്ലീഷൻ തൈറോയിഡക്ടമി എന്ന് പറയുന്നത് ടോട്ടൽ തൈറോയിഡക്ടമി ആയിട്ട് ഡിഫറെന്റ് ആണ്. കംപ്ലീഷൻ തൈറോയിഡക്ടമി വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഒരു ഹെമി തൈറോയിഡക്ടമി എന്തെങ്കിലും ചെയ്യും. ഹെമി എന്ന് വെച്ചാൽ ഫുള്ള് ഒരു ഗ്ലാൻഡും പിന്നെ ഒരു ലോബും ഇസ്മസും കളഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനെ ഒരു സ്റ്റഡിക്ക് വിട്ടു. ഇപ്പൊ ഫ്രോസൺ സെക്ഷനോ എന്തെങ്കിലും ഒരു അതിനകത്ത് നിന്ന് കിട്ടിയ സാധനമില്ലേ, അതിന് നമ്മൾ സ്റ്റഡിക്ക് വിട്ടിട്ട് നോക്കുമ്പോൾ അത് നിയോപ്ലാസ്റ്റിക് ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെ ഒരു 2 weeksോ 7 days അല്ലെങ്കിൽ 2 weeks 3 weeks ഒക്കെ കഴിഞ്ഞിട്ട് മറ്റേ ഗ്ലാൻഡും കൂടി എടുത്ത് കളയും. ഓപ്പറേറ്റീവ് റീസെക്ഷൻ. അതാണ് കംപ്ലീഷൻ തൈറോയിഡക്ടമി. കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്ലീഷൻ തൈറോയിഡക്ടമി എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന സർജറീസ് ഇവിടെ നമ്മള് പറഞ്ഞില്ല, ടോട്ടൽ തൈറോയിഡക്ടമി, സബ് ടോട്ടൽ 8 ഗ്രാം മാത്രം വെക്കുന്നത്, പാർഷ്യൽ തൈറോയിഡക്ടമി മറ്റേ ഒരു പേര് പറയില്ലേ, ഹാർവി ഡൺഹിൽ എന്ന് പറഞ്ഞ. ഹലോ, അത് 3 ചെയ്യണേ. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ഈ തൈറോക്സിൻ കൊടുക്കുകയാണെങ്കിൽ റിവേഴ്സിബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ നമ്മൾ തൈറോക്സിൻ കൊടുക്കാം. ഓക്കെ, തൈറോക്സിൻ കൊടുക്കുന്നത് പ്രിവെന്റീവ് അയഡിൻ റിച്ച് ഡയറ്റും അങ്ങനത്തെ. ഇപ്പൊ പ്രിവെന്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, കുറെ അയഡിൻ കൊടുക്കുകയാണെങ്കിൽ ആവശ്യത്തിന് തൈറോയിഡ് ഹോർമോൺ ഉണ്ടാക്കിക്കോളും, T3 T4 ഉണ്ടാക്കും. അതുകൊണ്ട് നെഗറ്റീവ് ഈ ഫീഡ്ബാക്ക് TSH റിലീസ് ചെയ്യാനുള്ള ഫീഡ്ബാക്ക് പോകില്ല. അതൊരു കാര്യം. പിന്നെ തൈറോക്സിൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും, ഹോർമോൺ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ സ്മോൾ നൊഡ്യൂൾസിനാണെങ്കിൽ നമുക്ക് തൈറോക്സിൻ കൊടുക്കാം, വലുതാവാതിരിക്കാൻ വേണ്ടി കുഞ്ഞു നൊഡ്യൂൾസിന് കൊടുക്കാം. പക്ഷെ ഈ തൈറോക്സിന് കുറച്ച് EDR ഉണ്ട്, ഹോർമോൺ ഇൻസെൻസിറ്റിവിറ്റി ഉണ്ടാക്കും, റിക്കറൻസ് ആഫ്റ്റർ സ്റ്റോപ്പിംഗ്. ഈ തൈറോക്സിൻ നിർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് റിക്കർ ചെയ്യും, കുറെ നാൾ കൊടുക്കണം, ലൈഫ് ലോങ് കുറെ നാൾ എന്ത് കഴിക്കണം, ലോങ് ഡ്യൂറേഷൻ. അതുകൊണ്ട് ഇത് നോട്ട് ഐഡിയൽ അക്സെപ്റ്റഡ് ആണ്. ഇനി സർജറിയെ പറ്റി പറയാം, ജസ്റ്റ് ഒരു വട്ടം ചുമ്മാ വായിച്ചാൽ മതി. എൻറ്റയർ ഗ്ലാൻഡ് ഇൻവോൾവ് ചെയ്യണം, മൊത്തം നൊഡ്യൂൾസ് ഉണ്ടെങ്കിൽ ടോട്ടൽ തൈറോയിഡക്ടമി മൊത്തം കളയും. ഇനി സബ് ടോട്ടൽ തൈറോയിഡക്ടമി is done depending on the amount of gland involved, location, പിന്നെ 8 grams of thyroid tissues retained in each lateral lobe. രണ്ടിനകത്ത് 8 gram വെക്കും കേട്ടോ, സബ് ടോട്ടലിനകത്ത്. മറ്റേ പിക്ചറിനകത്ത് ചെറിയ വ്യത്യാസമുണ്ട്. ഈച്ച് ലാറ്ററൽ ലോബിലും 8 grams വെച്ചിട്ട് വെക്കും സബ് ടോട്ടൽ. മൊത്തം എഫക്ട് ചെയ്യുന്നില്ലെങ്കിൽ എഫക്ട് ചെയ്യാത്ത കുറച്ച് പോർഷൻ അവിടെ വെക്കും. ഇനി ഈ പാർഷ്യൽ തൈറോയിഡക്ടമി ഹാർലി ഡൺഹിൽ ഓപ്പറേഷൻ ഇപ്പൊ നമ്മൾ ചെയ്യുന്നില്ല. അതെന്ന് വെച്ചാൽ 1 lateral lobe ഇസ്മസ് ഓപ്പോസിറ്റ് സൈഡിന്റെ പാർഷ്യൽ സബ് ടോട്ടൽ. ഇപ്പൊ നമ്മൾ അത് ചെയ്യാറില്ല.
പിന്നെന്താ, പിന്നെ ലാസ്റ്റ് പറയണത് റേഡിയോ ആക്റ്റീവ് അയഡിൻ വേണമെങ്കിൽ സൈസ് കുറയ്ക്കാം, അല്ലെങ്കിൽ ഈ തൈറോക്സിൻ കൊടുത്താലും സൈസ് കുറയ്ക്കാം കേട്ടോ. ഇത് വേണോ? ഇതൊന്നുമില്ല. MNG ആണെങ്കിൽ നമ്മൾ ആദ്യം TSH നോക്കും, ടോക്സിക് ആണെങ്കിൽ സർജറി ചെയ്യും, മാസ് നോക്കും, സിംറ്റംസ് സൈനൊക്കെ നോക്കുമ്പോൾ കംപ്രഷൻ ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ നോഡ്യൂലർ പെത്തോളജി FNAC അൾട്രാസൗണ്ട് USG FNAC എടുത്ത് നോക്കുമ്പോൾ മാലിഗ്നൻസി ആണെങ്കിൽ അത് സർജറി ചെയ്യും, അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യും, അത്രേ ഉള്ളൂ. അത് സോളിറ്ററി നോഡുലാർ തൈറോയിഡ്, അതൊരു സിംഗിൾ നോഡ്യൂൾ ആണ്. പടം ഇതാ, സിംഗിൾ ആയിട്ടുള്ള ഒരു നോഡ്യൂൾ. സോൾട്ടറിനോട് വന്നിട്ടല്ലേ അത് MNG ആവുന്നത്, അങ്ങനല്ലേ? MNGയിലെ ഒരു നോഡ്യൂള് ഭയങ്കര വലുതായെങ്കിൽ അതിന് ബാക്കിയൊന്നും നമുക്ക് പാൽപ്പബിൾ അല്ല. ഈ വലിയൊരു നോഡ്യൂൾ മാത്രമേ പാൽപ്പബിൾ ആവുന്നുള്ളെങ്കിൽ അതിന് നമുക്കൊരു സോളിറ്ററി നോഡുലാർ തൈറോയിഡ് ആവാം. MNG ക്യാൻ ബി എ സോളിറ്ററി നോഡുലാർ തൈറോയിഡ്. ഒരുപാട് നോഡുകളിനകത്ത് ഒരെണ്ണം മാത്രം വലുതായിട്ടിരുന്ന അതാണ് സോളിറ്ററി. പക്ഷെ ബാക്കിയൊന്നും നമുക്ക് പാൽപ്പബിൾ ആവരുത്. സോളിറ്ററി നോഡ്യൂൾ എന്ന് പറഞ്ഞാൽ ക്യാൻസറിന് ഒരു സോളിറ്ററി നോഡ്യൂൾ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അതും SNT ആണ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സിസ്റ്റ് വന്നു അതും ഒരു SNT ആണ്, MNGക്കകത്ത് ഒരെണ്ണം വലുതായി വന്നു അതും ഒരു SNT ആണ്, എല്ലാം നമുക്ക് SNT ആക്കാം. ഇതിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ, പറയട്ടെ. ഇതെന്ന് പറയുന്നത് സോളിറ്ററി നോഡുലാർ തൈറോയിഡ്. ഇതിനകത്ത് ഫീമെയിൽസിലാണ് കൂടുതൽ 4:1 റിസ്ക് ഓഫ് മാലിഗ്നൻസി ഉണ്ടാവുക. മറ്റേതിനകത്ത് റിസ്ക് ഓഫ് മാലിഗ്നൻസി ഉണ്ട്, ഇതിനകത്ത് റിസ്ക് ഓഫ് മാലിഗ്നൻസി ഉണ്ട്. ഇതിന് ഒറ്റൊരു നോഡ്യൂൾ ആയതുകൊണ്ട് ഇതിനകത്ത് ഹൈ റിസ്ക് ഓഫ് മാലിഗ്നൻസി ആയിട്ടുണ്ടാവും. ഇതിനകത്ത് എല്ലാം കൂടെ വന്ന് ഫോക്കസ് ചെയ്തിട്ട് ഹൈ റിസ്ക് ഓഫ് മാലിഗ്നൻസി. പിന്നെ കോസസ് തൈറോയിഡ് അഡിനോമ, കുറെ ടൈപ്സ് ഒന്നും വേണ്ട. കാർസിനോമ, ക്യാൻസറിന്റെ ഒരൊറ്റ നോഡ്യൂൾ ആണെങ്കിൽ അതൊരു MNT ആവാം. തൈറോയിഡ് സിസ്റ്റിന്റെ ഒറ്റ നോഡ്യൂൾ ആണെങ്കിൽ അതും ഒരു MNT ആവാം. ഇല്ലെങ്കിൽ തൈറോയിഡൈറ്റിസ്, ഇൻഫ്ലമേഷൻ വന്നിട്ട് ഒരു നോഡ്യൂൾ ഫോം ചെയ്യാന്ന് വിചാരിക്കും, അപ്പം അതും ഒരു കോസായില്ലേ. ഹലോ കേൾക്കാലോ? കാർസിനോമയിലും മറ്റേ പാപ്പുലറി കാർസിനോമ, ഫോളിക്കുലർ കാർസിനോമ, മെഡില്ലറി, അങ്ങനത്തെ കുറെ, അതെല്ലാം ഒരു നോഡ്യൂൾ ആയിട്ട് ഫോം ചെയ്യുകയാണെങ്കിൽ അത് സോളിറ്ററി, അതെല്ലാം നോഡ്യൂൾ ആയിട്ടായിരിക്കുമല്ലോ നമ്മൾ വരുന്നത്, അതെല്ലാം ഒരു സോളിറ്ററി നോഡുലാർ തൈറോയിഡ് ആണ്. ഓക്കെ, ഇനി ഇതിന് ടൈപ്സ് ഉണ്ട്. ഫംഗ്ഷണൽ, ഇപ്പൊ ഒറ്റൊരു നോഡ്യൂൾ അല്ലേ ഇങ്ങനെ ഇരിക്കുന്ന ഒരു നോഡ്യൂളാണ്, അതിന് ടൈപ്സ് ഉണ്ട്. ഫംഗ്ഷണൽ ടൈപ്സും ഉണ്ട്. ഐസോടോപ്പ് സ്റ്റഡി ചെയ്യുമ്പോൾ എന്ത് കാണണം എന്നുള്ള വെച്ചിട്ട് അതിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫംഗ്ഷണൽ ആണെങ്കിൽ ടോക്സിക്, നോൺ ടോക്സിക്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഇത് കുറെ T3 T4 ഉണ്ടായി ആള് തൈറോയ്ഡ് ടോക്സിക്കോസിസിലാണെങ്കിൽ എന്താണ്, ഫംഗ്ഷണലിനകത്ത് ടോക്സിക് ആവും. തൈറോയിഡ് ആണെങ്കിൽ നോൺ ടോക്സിക് ആയിരിക്കും. റേഡിയോ ഐസോടോപ്പ് സ്റ്റഡി നേരത്തെ കണ്ട പടം ഓർമ്മയുണ്ടോ? ഹോട്ടും വാമും കോൾഡും പറഞ്ഞത്. ഹോട്ട് ആണെങ്കിൽ എല്ലാ കളർ എടുക്കും. ഹലോ, റേഡിയോ ഐസോടോപ്പ് എടുക്കും. റേഡിയോ ഐസോടോപ്പ് എടുക്കുന്നതാണ് ഹോട്ട്, അത് ടോക്സിക് ആയിരിക്കും. കോൾഡ് ആണെങ്കിൽ എടുക്കൂല. വാം ആണെങ്കിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റൂല, നോർമൽ ആയിട്ടുള്ള ടിഷ്യൂ ആയിരിക്കും. ഓക്കെ, അയഡിന് യൂസ് ചെയ്യാം, ടെക്നീഷ്യം 99 പെർടെക്നേറ്റ് യൂസ് ചെയ്യാം കേട്ടോ. ഹലോ, ഇനി പറയണ്ടല്ലോ. ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. നമ്മളിത് ഈ ഒരു നോഡ്യൂളിൽ നമ്മൾ നോക്കുക, ക്ലിനിക്കിൽ നോക്കുമ്പോൾ എന്തായിരിക്കും, സിംഗിൾ പാൽപ്പബിൾ ആയിട്ടുള്ള നോഡ്യൂൾ ആയിരിക്കും. സർഫസ് എന്ന് പറയുന്നത് സ്മൂത്ത് ആയിരിക്കും, ഫേം. പിന്നെ സിസ്റ്റിക് ആണെങ്കിൽ കുറച്ച് സിസ്റ്റിക് ആവാം കേട്ടോ, സ്മൂത്ത് ആയിരിക്കും, ഫേം ആയിരിക്കും. പിന്നെ ലാഹിസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ഉണ്ട്, അത് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. നമ്മൾ പേഷ്യന്റിന്റെ ഫ്രണ്ടിൽ ഇരിക്കുക, പേഷ്യന്റിന്റെ ലെഫ്റ്റ് ലോബിലാണ് ഒരു നോഡ്യൂൾ ഉള്ളതെന്ന് വിചാരിക്കാം. കേൾക്കാലോ? ലെഫ്റ്റ്, ഇപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന പേഷ്യന്റിന്റെ ലെഫ്റ്റ് ലോബിൽ ഒരു നോഡ്യൂൾ ഉണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ പോസ്റ്റീരിയർ ബോർഡറൊക്കെ ഒന്ന് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കാം. ലെഫ്റ്റ് സൈഡിൽ ഒരു നോഡ്യൂൾ ഉണ്ട്, അതിന്റെ മൊത്തത്തിൽ നമുക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് പേഷ്യന്റിന്റെ റൈറ്റ് ലോബിനെ ലെഫ്റ്റിലേക്ക് പുഷ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? എന്റെ അടുത്തൊരു പിക്ചർ ഉണ്ട്, ഒരു മിനിറ്റ്. അത് ഇതാ, ഇത് കണ്ടോ? പേഷ്യന്റിന്റെ ലെഫ്റ്റ് നോഡിലാണ് ഒരു ഗോയിറ്റർ ഉള്ളത്. ഹലോ, കട്ടാവുന്നുണ്ടോ? ലെഫ്റ്റിലല്ലേ, ഇതിനകത്ത് ഇപ്പൊ നോക്ക്, ലെഫ്റ്റിലാണ് ഒരു സോളിറ്ററി നോഡ്യൂൾ ഉള്ളത്. അപ്പം അത് ലെഫ്റ്റ് ലോബിടാ, സൈഡിൽ നിന്നുള്ള പടം. ഇത് താഴത്തെ പടം. അപ്പൊ നമ്മുടെ റൈറ്റ് ഹാൻഡ് കൊണ്ട് ആ റൈറ്റ് ലോബ്, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് പേഷ്യന്റ് റൈറ്റ് ലോബിനെ ലെഫ്റ്റിലേക്ക് അങ്ങ് പുഷ് ചെയ്തിട്ട്, അപ്പൊ നമുക്ക് ഈ ലോബ് കുറച്ചും കൂടെ പുറത്തേക്ക് തള്ളി വരുമല്ലോ. എന്നിട്ട് നമുക്ക് അതിന്റെ പോസ്റ്റീരിയർ ബോർഡറും അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ പ്രസ് ചെയ്തൊക്കെ നോക്കാം. മനസ്സിലായോ? മനസ്സിലായില്ല? ഒന്നുകൂടെ പറയണോ? ഹലോ, കുഴപ്പമില്ല.
വേണ്ട, ലെഫ്റ്റിൽ നൊഡ്യൂൾ ഉണ്ട്, റൈറ്റിൽ നിന്ന് പുഷ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ പോസ്റ്റീരിയർ ബൗണ്ടറി നോക്കും ഇല്ലേ? ആ അത്രേ ഉള്ളൂ. ആ ലെഫ്റ്റ് ലോബ് ഒന്ന് പെട്ടെന്ന് കാണാൻ വേണ്ടിട്ട് ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്ത് തള്ളി പുറത്തിടും, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ അപ്പൊ അതൊരു ലാഹിസ് ടെസ്റ്റ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ആ ടെസ്റ്റ് നോക്കുമ്പോൾ എന്താണ് ഇതിന്റെ ഫൈൻഡിങ്? സിംഗിൾ സോൾട്ടറി നൊഡ്യൂൾ. അപ്പൊ നോ അതർ പോസ്റ്റീരിയർ നൊഡ്യൂൾസ് ഒന്നുമില്ല. MNG-ലാണെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ വലിയ നൊഡ്യൂൾ അല്ലാണ്ട് കുറച്ച് പോസ്റ്റീരിയർ നൊഡ്യൂൾസ് അവിടെ ഇവിടെയൊക്കെ പിന്നെ നൊഡ്യൂൾസ് ഒന്നും കിട്ടും. ഓക്കെ, അതാണ് ഇതിന്റെ ഒരു ഫൈൻഡിങ്. ഹലോ, കേൾക്കാലോ? പിന്നെ നമ്മൾ ഈ സ്റ്റഡി ചെയ്യുമ്പം ഈ മറ്റേ റേഡിയോ ഐസോട്ടോപ്പ് സ്റ്റഡി ചെയ്യുമ്പം ഹോട്ടും പിന്നെ നമ്മുടെ അയഡിൻ സ്റ്റഡി ചെയ്യുമ്പോൾ കോൾഡും ആയിട്ട് കാണാം, വേരിയിങ് ആയിട്ട് കാണാം. അങ്ങനെ കാണുവാണെങ്കിൽ അത് ഹൈ റിസ്ക് ഓഫ് മാലിഗ്നൻസി ആണ്. പിന്നെ ഹൈ റിസ്ക് ഓഫ് മാലിഗ്നൻസി കാണുന്ന വേറെ കുറച്ച് എന്തിലൊക്കെയാണ് കാണുക? ഈ നൊഡ്യൂൾ ഒരു കുട്ടിയിലോ ഒരു ഭയങ്കര വയസ്സായിട്ടുള്ള ആളിലോ മെയിലിലോ കാണുവാണെങ്കിൽ, നമ്മൾ പറയുന്നത് മിഡിൽ ഏജ് വിമനിലാ കാണുന്നുണ്ട്. ഇതല്ലാണ്ടുള്ള ബാക്കി എക്സ്ട്രീംസ് എല്ലാം മാലിഗ്നൻസി ആണ്. മാലിഗ്നന്റ് ആവാൻ ചാൻസ് കൂടുതലാണ്. മിഡിൽ ഏജ് അല്ലാണ്ട് കുട്ടിയോ വയസ്സായിട്ടുള്ള ആളോ ആണെങ്കിൽ, ഈ ഫീമെയിൽ അല്ലാണ്ട് മെയിൽ ആണെങ്കിൽ ഹൈ റിസ്ക് ഓഫ് മാലിഗ്നൻസി. റാപ്പിഡ് ഇൻക്രീസ് ഇൻ സൈസ് ആണെങ്കിൽ, സോൾട്ടറി നൊഡ്യൂൾ റാപ്പിഡ് ഇൻക്രീസ് സൈസ് ആണെങ്കിൽ മാലിഗ്നൻസി. ഫിക്സ് ചെയ്തിട്ടുണ്ട്, സൈഡിലേക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട്, ട്രക്കിയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാലിഗ്നന്റ് ആവും. പാൽപ്പബിൾ ആയിട്ടുള്ള നെക്ക് നോട്ട്സ് എല്ലാം പാൽപ്പബിൾ ആണെങ്കിൽ മാലിഗ്നന്റ് ആവും. ബാക്കിലേക്ക് പ്രഷർ സിംറ്റംസ് ഉണ്ടെങ്കിൽ മാലിഗ്നന്റ് ആവാം. ഓക്കെ, പിന്നെ ട്രക്കിയെ ഡീവിയേറ്റ് ചെയ്യാം. ഇത് വലിയൊരു സോൾട്ടറി നൊഡ്യൂൾ വലുതായിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ട്രക്കിയെ ഡീവിയേറ്റ് ചെയ്യും. ഇതൊക്കെ എല്ലാത്തിനും കോമൺ ആട്ടോ, സാധാരണ നൊഡ്യൂളും ഗോയിറ്ററിനൊക്കെ കോമൺ ആയിട്ടുള്ള സാധനം. പിന്നെ കോമൺ സൈറ്റ് എവിടെ വേണമെങ്കിലും നൊഡ്യൂൾ വരാം, പക്ഷെ കോമൺ ആയിട്ട് വരുന്നത് വെച്ചാൽ ഈ ഇസ്മസിന്റെയും വൺ ഓഫ് ലോബിന്റെയും ജംഗ്ഷനിലായിരിക്കും കോമൺ ആയിട്ട് കാണുന്നത് കേട്ടോ. ലോബിന്റെയും ജംഗ്ഷനിലെ പിക്ചറിലില്ലേ, ഇസ്മസിന്റെയും വൺ ഓഫ് ദ ലോബ്സ് പടത്തിലുള്ള സിംഗിൾ പാൽപ്പബിൾ ആയിട്ട് സ്മൂത്ത് ആൻഡ് ഫേം ആയിരിക്കും. ലാഹിസ് ടെസ്റ്റിൽ വേറെ നമ്മൾ കാണൂല. പിന്നെ വേണമെങ്കിൽ മാലിഗ്നന്റ് ഫീച്ചേഴ്സ്. പിന്നെ കോമൺ സൈറ്റ് എന്ന് പറയുന്നത് ജംഗ്ഷനിൽ. ഇൻവെസ്റ്റിഗേഷൻ. ഹലോ, കേൾക്കാൻ പറ്റുന്നോ? ഇൻവെസ്റ്റിഗേഷൻ എന്തൊക്കെ പറയാം? അൾട്രാസൗണ്ട് നെക്ക് നമുക്ക് ചെയ്ത് നോക്കാം. അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, അൾട്രാസൗണ്ടിൽ ഈ നമുക്ക് ഈ ഏറ്റവും ചെറിയ നൊഡ്യൂൾ, പക്ഷെ ഇതിനകത്ത് വലിയ നൊഡ്യൂളാണ് അതിന്റെ ആവശ്യമില്ല. പിന്നെ അതിന്റെ വാസ്കുലാരിറ്റി ഒക്കെ നമുക്ക് കാണാൻ പറ്റും അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ. നേച്ചർ എങ്ങനെയാണ്, നമ്പർ വേറെ പലതും ഉണ്ടോ, അങ്ങനെയൊക്കെ കാണാൻ പറ്റും. അൾട്രാസൗണ്ട് നെക്കില് നമ്മൾ നേരത്തെ ബിറാഡ്സ് പറഞ്ഞില്ലേ, ബ്രസ്റ്റ് ഇമേജിംഗ് റേഡിയേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് ആൻഡ് ഡേറ്റ സിസ്റ്റം, അതേപോലെ ടിറാഡ്സ് ഇതിനകത്ത് വരുവേ, തൈറോയിഡ് ഇമേജിംഗ് റിപ്പോർട്ടിംഗ് ആൻഡ് ഡേറ്റ സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. ഹലോ, കേൾക്കാം. അതിനകത്ത് എന്ന് പറയുമ്പോൾ മറ്റേ ഈ ബിറാഡ്സ് പോലെ തന്നെ ഈ 1 2 3 4 5 ആയിട്ട് ചെയ്യുന്നുണ്ട്. 1 ആണെങ്കിൽ ബിനൈൻ, 5 ആണെങ്കിൽ ഹൈ സസ്പീഷൻ ഓഫ് മാലിഗ്നൻസി കേട്ടോ. ബിറാഡ്സ് പോലെ തന്നെ, ബ്രസ്റ്റിന് ചെയ്ത പോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ചെയ്യാം. പിന്നെ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ അതിന്റെ മറ്റേ എക്കോജെനിസിറ്റി, ഈ പടം കണ്ടോ? ഒന്നും പറ്റിയില്ല. എക്കോജെനിസിറ്റി, സൈസ്, ഷേപ്പ്, അതിന്റെ മാർജിൻ പടം കാണാലോ, ഫോസൈ, അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, പിന്നെ ഹൈ റിസ്ക് ഓഫ് മാലിഗ്നൻസിയിലാണെങ്കിൽ ഇത് ഭയങ്കര സോളിഡ് ആയിട്ട് ഹൈപ്പോ എക്കോയിക് ആയിരിക്കും കേട്ടോ. ഹൈപ്പോ എക്കോയിക് ആയിട്ട് പിന്നെ ഇറഗുലർ മാർജിൻസ് ഒക്കെ ആയിരിക്കും. മാലിഗ്നന്റ് ആയിട്ടുള്ള സെൽസിനില്ലേ, എക്സ്ട്രാ തൈറോയിഡ് ടിഷ്യൂസിലൊക്കെ വേണമെങ്കിൽ കാണാം. ഇനി ലോ റിസ്ക് ആണെങ്കിൽ ഹൈപ്പർ എക്കോയിക് ആയിരിക്കും അൾട്രാസൗണ്ടില് കേട്ടോ. പിന്നെന്താണ്, പിന്നെ ഇതിന്റെ സൈസ് മോർ ദാൻ 1 സെന്റിമീറ്ററിന് കൂടുതലൊക്കെ ആണെങ്കിൽ മാലിഗ്നൻസിയുടെ ചാൻസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ FNAC എടുത്ത് നോക്കണം. ഇപ്പൊ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ചോയ്സ് എന്ന് പറയുന്നത് അൾട്രാസൗണ്ട് ഗൈഡഡ് FNAC ആണ്. മറ്റു രണ്ടിനകത്തും അൾട്രാസൗണ്ട് ഗൈഡഡ് FNAC ആണ്. ഓക്കെ, പിന്നെ TFT, T3 T4 TSH, പിന്നെ സെറം കാൽസിറ്റോണിനും നോക്കി, റേഡിയോ ഐസോട്ടോപ്പ് സ്റ്റഡി നോക്കി, ഹോട്ട് ആണോ കോൾഡ് ആണോ നോക്കി കേട്ടോ. ഇനി നമ്മൾ ഡോപ്ലർ ചെയ്യും. ഡോപ്ലർ ചെയ്യുമ്പോൾ ഇതിനെ കുറച്ച് ടൈപ്സ് ആയിട്ട്, ചുമ്മാ കാര്യമൊന്നുമില്ല. 1 ആണെങ്കിൽ ഇതിപ്പോ ഒരു നൊഡ്യൂൾ. 0 ആണെങ്കിൽ നോ ഫ്ലോ, അതിനകത്ത് വാസ്കുലാരിറ്റി കുറവാണ്. ഡോപ്ലർ നമ്മൾ ബ്ലഡിന്റെ ഫ്ലോ അല്ലേ, വാസ്കുലാരിറ്റി കുറവാണ്. 1 ആണെങ്കിൽ ഓൺലി പെരിഫറൽ ഫ്ലോ മാത്രമേ ഉള്ളൂ. ഒരു മിനിറ്റ്, ഇത് 0 1 2 3 4 ഇത്രയെന്ന് വിചാരിക്കാം. 0 ആണെങ്കിൽ നോ ഫ്ലോ ആണ്. 1 ആണെങ്കിൽ പെരിഫറിയിൽ മാത്രമേ ഉള്ളൂ. 2 ആണെങ്കിൽ പെരിഫറിയിലും ഉണ്ട്, ഒരു സ്മോൾ സെൻട്രലും ഉണ്ട്. പിന്നെ 3 ആണെങ്കിൽ പെരിഫറിയിലും ഉണ്ട്, എക്സ്റ്റൻസീവ് സെൻട്രലിലും ഉണ്ട്, വെച്ചാൽ നടുക്കും കൂടെ വാസ്കുലാരിറ്റി ഉണ്ടെന്ന്. 4 ആണെങ്കിൽ സെൻട്രലിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് ജസ്റ്റ് ഇങ്ങനെ വേണ്ടതാണോന്ന് അറിഞ്ഞൂടാ കേട്ടോ. പവർ ഡോപ്ലറിൽ ഇങ്ങനെ ചെയ്യുന്ന പറയുന്നുണ്ട്. പിന്നെ എക്സ്റേ നെക്ക് എടുത്ത് നോക്കുമ്പോൾ മറ്റേ എക്സ്റ്റൻഷൻ അറിയാൻ പറ്റും, അതിനകത്ത് കാൽസിഫിക്കേഷൻ ഉണ്ടോ, അങ്ങനത്തെ പരിപാടിയൊക്കെ ഇല്ലേ, പെറ്റ് സ്കാനും എക്സ്റേ. ഓക്കെ, ഇൻവെസ്റ്റിഗേഷൻ ചോയ്സ് അൾട്രാസൗണ്ട് ഗൈഡഡ് FNAC. അതിന് മുമ്പ് നമ്മൾ അൾട്രാസൗണ്ട് വെറുതെ പ്ലെയിൻ അൾട്രാസൗണ്ട് എടുത്തിട്ട് ടിറാഡ്സ് വെച്ചിട്ട് നമ്മൾ ഗ്രേഡ് ചെയ്യും, മാലിഗ്നന്റ് ആണോ അല്ലേ അങ്ങനെയൊക്കെ.
ബിനൈൻ ആണോ മാലിഗ്നൻ ആണോ എന്ന്. പിന്നെ എല്ലാത്തിനും റെഗുലർ ആയിട്ട് ചെയ്യണ പോലെ TFT നമ്മൾ എന്തായാലും ചെയ്ത് നോക്കണം. CBC ഒക്കെ ചെയ്യണം. പിന്നെ റേഡിയോ ഐസോട്ടോപ്പ് സ്റ്റഡി, ഡോപ്ലറും. സിംഗിൾ നൊഡ്യൂൾ ആയതുകൊണ്ട് അതിനകത്ത് എന്തോരം ബ്ലഡ് സപ്ലൈ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഡോപ്ലറും പിന്നെ എക്സ്റേ. ഇതാ കോൾഡ് നൊഡ്യൂളും ഹോട്ട് നൊഡ്യൂളും കാണാമല്ലോ. കോൾഡ് ആണെങ്കിൽ വൈറ്റ് കളർ വരുമോ? അതാണോ? ഹലോ, കോൾഡ് ആണെങ്കിൽ അത് എടുക്കും. കോൾഡ് ആണെങ്കിൽ ഇനാക്റ്റീവ് നൊഡ്യൂൾ ആണ്. അതിനകത്ത് ഇത് എടുക്കാനായിട്ട് എന്തോ സാധനം ഇല്ല. ഹോട്ട് ആണെങ്കിൽ അത് ഭയങ്കര ആക്റ്റീവ് ആയതുകൊണ്ട് റേഡിയോ ഐസോട്ടോപ്പ് അത് എടുക്കും. ഹലോ, അയഡിൻ അല്ലേ? ഓക്കെ. ഹലോ, കേക്കാടാ. ഇതാണ് അൾട്രാസൗണ്ട്. നേരത്തെ കാണിച്ച പോലത്തെ അൾട്രാസൗണ്ട്. എന്ന് എഴുതിയേക്കുന്നതാണ് നൊഡ്യൂൾ, ഹൈപ്പോ എക്കോയിക് ആയിട്ടുള്ള നൊഡ്യൂൾ കേട്ടോ. ഹൈപ്പർ എക്കോയിക് വൈറ്റ് ആയിരിക്കും, ഹൈപ്പോ എക്കോയിക് ആയിട്ടുള്ള നൊഡ്യൂൾ. ഇത് നമ്മുടെ ഡോപ്ലർ കണ്ടോ, ബ്ലഡ് കളറിലിരിക്കുന്നത്. ഇതൊന്നുമില്ല, ഇത് FNACയുടെ ആ പടം മാത്രം നോക്കിയാൽ മതി, മറ്റേ പടം ഒന്നും മനസ്സിലാവില്ല. FNAC ഇപ്പൊ നമ്മൾ ഈ അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ടുള്ള FNAC ആണ്. പിന്നെ ഇതിന് ട്രീറ്റ്മെന്റ് ആണ്. ഇപ്പൊ നമ്മൾ ചെയ്ത് നോക്കിയപ്പോൾ ബിനൈൻ ആണെന്ന് കണ്ടു. അൾട്രാസൗണ്ട് ഗൈഡഡ് FNACയിൽ ബിനൈൻ ആണെന്ന് കണ്ടു. ഇപ്പൊ ബിനൈൻ ആയിട്ടുള്ള സാധനം തൈറോയിഡ് ആയിട്ട് ഇരിക്കാം, ആ നൊഡ്യൂൾ ഒന്ന് സെക്രീറ്റ് ചെയ്തിരിക്കാം, അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടിരിക്കാം, അല്ലെങ്കിൽ അത് റീജനറേഷൻ ഒക്കെ വന്ന് അതൊരു കൊളോയിഡ് ഫ്ലൂയിഡ് ആയിട്ടിരിക്കാം, അല്ലെങ്കിൽ ഫോളിക്കുലർ ലീഷൻ ഓഫ് അൺഡിറ്റർമിൻഡ് സിഗ്നിഫിക്കൻസ്. അത് എന്തുവാന്ന് അവർക്ക് മനസ്സിലാവാത്തതാന്ന് തോന്നുന്നു. പിന്നെ ഇസ്മസിനകത്താണ് വന്നിട്ടുള്ളതെങ്കിൽ എന്തൊക്കെ ചെയ്യും? ബിനൈൻ ആണ്, ഇത് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ബിനൈൻ ആണ്. നോൺ ടോക്സിക് ആണ്. തൈറോയിഡ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, അത് അവിടെ ഇരുന്നോട്ടെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒബ്സർവ് ചെയ്യാം. പക്ഷേ ഈ ബിനൈൻ ആയിട്ടുള്ള സാധനം എപ്പോ വേണമെങ്കിലും, തൈറോയിഡ് ആയിട്ടുള്ള സാധനം എപ്പോ വേണമെങ്കിലും തൈറോയിഡ് ടോക്സിക്കോസിലേക്കൊക്കെ പോകാമല്ലോ. അപ്പം ആനുവലി നമ്മൾ എക്സാമിനേഷൻ, അൾട്രാസൗണ്ടും ഈ സാധനം പരിപാടിയൊക്കെ ചെയ്യണം, എക്സാമിനേഷൻ ചെയ്യണം. എന്നിട്ട് നമ്മൾ ആനുവലി എല്ലാ കൊല്ലം ടെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും 20% ഓർ മോർ അതിന്റെ സൈസ് കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ കംപ്രഷൻ ഉണ്ടാകും, കംപ്രഷൻ സിംറ്റംസ് വന്നു തുടങ്ങി, അല്ലെങ്കിൽ കോസ്മെറ്റിക് പേഷ്യന്റിന് ഇനി പുറത്തിറങ്ങുമ്പോഴൊക്കെ ഭയങ്കര ഇതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഹെമി തൈറോയിഡക്ടമി ചെയ്യാം. എന്നുവെച്ചാൽ ഒരു ഇതിനകത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ആയിട്ട് റിമൂവ് ചെയ്യേണ്ടത്. ബിക്കോസ് ഒരു സിംഗിൾ നൊഡ്യൂൾ ആയിരിക്കും എപ്പോഴും. അപ്പൊ സിംഗിൾ നൊഡ്യൂൾ ആണെങ്കിൽ ആ ഒരു ലോബ് മാത്രം കളഞ്ഞാൽ മതി, ആ ഒരു ലോബ് ഇസ്മസ് മാത്രം കളഞ്ഞാൽ മതി, മറ്റേ സൈഡ് അവിടെ ഇരുന്നോട്ടെ. മൾട്ടിപ്പിൾ നോഡുലാറിനകത്തായിരുന്നു നമ്മൾ മൊത്തത്തിന് എഫക്ട് ചെയ്യുന്ന ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ബിക്കോസ് മൾട്ടിപ്പിൾ നൊഡ്യൂൾസ് 2 ലോബിലൊക്കെ കാണാമല്ലോ, അതുകൊണ്ടാണ് ടോട്ടലും സബ് ടോട്ടലും പാർഷ്യലൊക്കെ പറഞ്ഞത്. ഇതിനകത്താണെങ്കിൽ ഒറ്റൊരു നൊഡ്യൂളല്ലേ ഉള്ളൂ, അത് ഏതെങ്കിലും ഒരു ലോബിലായിരിക്കും. അപ്പൊ ആ ഒരു ലോബിന്റെ മാത്രം മതി ഹെമി തൈറോയിഡക്ടമി ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് മൊത്തത്തിൽ അങ്ങനെയാണ്. സോൾട്ടറി നൊഡ്യൂൾ ഒറ്റ നൊഡ്യൂളാണ്, അത് ഏതെങ്കിലും ഒരു ലോബിനെ ആയിരിക്കും മിക്കവാറും എഫക്ട് ചെയ്യുക. അല്ലെങ്കിൽ ആ ഒരു ജംഗ്ഷൻ പറഞ്ഞില്ലേ, ആ ജംഗ്ഷൻ എന്ന് പറയുന്നത് ലൊബ്യൂളിന്റെയും ഇസ്മസിന്റെ ഇടയിലായിട്ടല്ലേ ഇരിക്കണേ, അവിടെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ആ ഒരു ലൊബ്യൂൾ ഇസ്മസ് മാത്രം കളഞ്ഞാൽ മതി, മറ്റേ സൈഡ് ഇരുന്നോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പം ബിനൈൻ നോൺ ടോക്സിക് ആണെങ്കിൽ ഒബ്സർവ് ചെയ്യാം. ടോക്സിക് ആണെങ്കിൽ നമ്മൾ ആദ്യം സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആന്റി തൈറോയിഡ് ഡ്രഗ്സും റേഡിയോ ആക്റ്റീവ് അയഡിനും കൊടുക്കാം. ടോക്സിക് സോളിറ്ററി നൊഡ്യൂൾ ആണെങ്കിൽ. ബിനൈൻ അല്ലേ, സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിന്റെ ഫംഗ്ഷൻ ഈ T4 T3 T3 T4 ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ആന്റി തൈറോയിഡ് ഡ്രഗ്സ് കൊടുക്കാം, റേഡിയോ ആക്റ്റീവ് അയഡിന്. പിന്നെ കൊളോയിഡ് ആണെങ്കിൽ ഒബ്സർവ് ചെയ്യാം, നേരത്തെ പറഞ്ഞ സെയിം സാധനം തന്നെ. കോസ്മെറ്റിക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, കംപ്രഷൻ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടോ, സൈസ് കൂടുവാണെങ്കിൽ ഹെമി തൈറോയിഡക്ടമി ചെയ്യാം. ഇനി ഫ്ലസ് എന്ന് വെച്ചാൽ ഫോളിക്കുലർ ലീഷൻ ഓഫ് അൺഡിറ്റർമിൻഡ് സിഗ്നിഫിക്കൻസ് ആണ്. അത് അതിന്റെ സിഗ്നിഫിക്കൻസ് അതിപ്പം ബിനൈനാണോ മാലിഗ്നൻ എന്ന് അറിഞ്ഞൂടാ, അങ്ങനെയാണ് നമുക്ക് ടോട്ടൽ തൈറോയിഡക്ടമി ചെയ്യാം. അത് എന്താണെന്ന് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇസ്മസിനാണെങ്കിൽ ഇസ്മസെക്ടമി, ഇസ്മസിൽ മാത്രമുള്ളെങ്കിൽ ഇസ്മസെക്ടമി. ഓക്കെ ഓക്കെ. ഇനി ക്യാൻസർ ഉണ്ട്. നമ്മൾ FNAC ചെയ്തു. FNAC ചെയ്തപ്പോൾ അതിനകത്ത് ക്യാൻസർ എന്ന് പറഞ്ഞു, PCT ആണെന്ന് പറഞ്ഞു, പാപ്പുലറി കാർസിനോമ തൈറോയിഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാർസിനോമയല്ലേ, അപ്പൊ പെട്ടെന്ന് അതിന് സ്പ്രെഡ് ചെയ്യാം. ബിനൈൻ ആണെങ്കിൽ ആ നൊഡ്യൂൾ മാത്രമേ, കാർസിനോമ എപ്പോ വേണമെങ്കിലും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോകാന്നൊക്കെ വിചാരിച്ചോ. ക്യാൻസർ ആയിട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ടോട്ടൽ അല്ലെങ്കിൽ നിയർ ടോട്ടൽ തൈറോയിഡക്ടമി ചെയ്യാം. പിന്നെ പ്ലസ് അത് കഴിഞ്ഞിട്ട് റേഡിയോ ആക്റ്റീവ് അയഡിൻ, എക്സ്ട്രാ ക്യാപ്സുലർ ഇൻവേഷൻ ഉണ്ടെങ്കിൽ റേഡിയോ ആക്റ്റീവ് അയഡിനും കൂടെ കൊടുക്കാം. ക്യാപ്സ്യൂൾ അതിന്റെ പുറത്തുള്ള ബ്ലഡ് വെസലിനെയൊക്കെ എഫക്ട് ചെയ്ത് മെറ്റ്സ് പോലെ വരാൻ പോവാണെങ്കിൽ ഈ സാധനം കൊടുക്കാം. ഓക്കെ, പിന്നെ ഈ തൈറോയിഡക്ടമി കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ് തൈറോക്സിൻ കഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ FNAC ചെയ്യുമ്പോൾ നമുക്ക് ഫോളിക്കുലർ അഡിനോമ അല്ലെങ്കിൽ ഫോളിക്കുലർ കാർസിനോമ തൈറോയിഡ് ആണെങ്കിൽ അതൊരു ഫോളിക്കുലർ കാർസിനോമ. പാപ്പുലറി എനിക്കൊന്ന് പെട്ടെന്ന് സ്പ്രെഡ് ആവും തോന്നുന്നു, ഫോളിക്കുലർ അവിടെ തന്നെ ഇരിക്കുമായിരിക്കും. എന്നിട്ട് നമുക്ക് ഹെമി തൈറോയിഡക്ടമി ചെയ്തിട്ട് ആ സ്പെസിമെൻ വെച്ചിട്ട് ഹിസ്റ്റോളജി എടുക്കണം. അപ്പൊ അതിനകത്ത് നോക്കുമ്പം ഇൻവേസീവ് ആണോ അല്ലേ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഇൻവേസീവ് ആയിട്ടുള്ള ഫോളിക്കുലർ കാർസിനോമ ആണെങ്കിൽ കംപ്ലീഷൻ തൈറോയിഡക്ടമി ഓർമ്മയുണ്ടോ? ആദ്യം ഒന്ന് ഹെമി ചെയ്തു, പിന്നെ ഒരാഴ്ച അല്ലെങ്കിൽ 3 വീക്സ് കഴിഞ്ഞിട്ട് മറ്റേ ലോബും കൂടെ കളയുന്നത്.
കംപ്ലീഷൻ സേക്കിന് വേണ്ടിയിട്ട് രണ്ടാമതൊരു റീസെക്ഷൻ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അത് ചെയ്യാം. പിന്നെ FNAC-യിൽ ഇപ്പം മെഡുലറി കാർസിനോമ തൈറോയിഡ് ആണെങ്കിൽ അത് ഭയങ്കര അഗ്രസീവ് ട്യൂമർ ആണെന്ന് തോന്നുന്നു. ടോട്ടൽ തൈറോയിഡക്ടമി മൊത്തം കളയോ വേണം, ബയലാറ്ററൽ നെക്ക് നോഡിനെ ഡിസെക്ട് ചെയ്യണം, രണ്ട് സൈഡിലെ നെക്ക് നോഡ്സിന്റെ. കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പൊ മാലിഗ്നന്റ് ആണെങ്കിൽ മാലിഗ്നൻസി ഏതൊക്കെയാണ്? PCT, ഫോളിക്കുലർ കാർസിനോമ, NCT. PCT ആണെങ്കിൽ തൈറോയിഡക്ടമിയും ഇപ്പം ഇൻവേഷൻ എല്ലാം തൈറോയിഡക്ടമി അയഡിനും കൊടുക്കുക. മറ്റേതാണെങ്കിൽ ഫോളിക്കുലർ ആണെങ്കിൽ നമ്മൾ എടുത്തിട്ട് ഹെമി ചെയ്തിട്ട് അതിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യും, എന്നിട്ട് വേണമെങ്കിൽ കംപ്ലീഷൻ തൈറോയിഡക്ടമി. ഇനി MCT ആണെങ്കിൽ ഡയറക്ട്ലി ടോട്ടൽ തൈറോയിഡക്ടമിയിലേക്ക് തന്നെ പോവാണ്, പിന്നെ രണ്ട് സൈഡിലെ ലിംഫ് നോഡ്സും കൂടെ കളയും. ഇൻഡിറ്റർമിനേറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, എന്ന് വെച്ചാൽ എന്തോ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റാത്ത സ്റ്റേജ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അതിനകത്ത് FNAC എടുക്കുന്നു. അപ്പൊ FNAC-യിൽ ഫോളിക്കുലർ ആണെങ്കിൽ ഹെമി ആയിട്ട് കാണുവാണെങ്കിൽ നമ്മൾ അതിനെ ചെക്ക് ചെയ്യും, പാരഫിൻ സെക്ഷൻ ഒക്കെ വെച്ചിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ക്യാപ്സുലർ വാസ്കുലർ ഇൻവേഷൻ. ഇതിനകത്തും കംപ്ലീറ്റ് തൈറോയിഡക്ടമി. ആദ്യം ഇൻഡിറ്റർമിനേറ്റ് ആണെങ്കിൽ നമ്മൾ അത് കട്ട് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ബാക്കി വേണമെങ്കിൽ ബാക്കി റിമൂവ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. മറ്റേത് വേണമെന്നില്ല. സസ്പീഷ്യസ് ആണ് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ ഒരു FNAC ചെയ്യുക, അതും കിട്ടുന്നില്ലെങ്കിൽ ഹെമി തൈറോയിഡക്ടമി ടെസ്റ്റ് ചെയ്യുന്നു, കംപ്ലീഷൻ തൈറോയിഡക്ടമി. അത് കിട്ടുകയാണെങ്കിൽ അതിന് പർട്ടിക്കുലർ ട്രീറ്റ്മെന്റ്, ബിനൈൻ ആണോ മാലിഗ്നന്റ് ആണോ. ഇൻഡിറ്റർമിനേറ്റ് ആണെങ്കിൽ FNAC എടുക്കും ആദ്യം. ഹലോ, FNAC എടുക്കും, ആ ടിഷ്യൂ ഒന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യും, അത് ബിനൈൻ ആണെങ്കിലും മാലിഗ്നന്റ് ആണെങ്കിലും അതിന്റെ ട്രീറ്റ്മെന്റ് ടെസ്റ്റ് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും റിപ്പീറ്റ് FNAC എടുക്കും. റിപ്പീറ്റ് FNAC-ൽ ഇൻഡിറ്റർമിനേറ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഹെമി തൈറോയിഡക്ടമി ചെയ്യും. ഇനി നോൺ ഡയഗ്നോസ്റ്റിക്, റിപ്പീറ്റ് FNAC-ലും കിട്ടാത്ത കാര്യം അല്ലെങ്കിൽ റിക്കറിംഗ് ആയിട്ടുള്ള സിസ്റ്റ്, നമ്മൾ ഇപ്പൊ അത് റിമൂവ് ചെയ്തിട്ടും പിന്നെ സിസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഹെമി തൈറോയിഡക്ടമി ചെയ്യും. കേട്ടോ, എന്താ കാര്യം എന്ന് ആർക്കും മനസ്സിലാവുന്നില്ലായിരിക്കും. പിന്നെ വെറുതെ ജസ്റ്റ് ഒരു കാര്യം പറയാം, തൈറോയിഡ് സിസ്റ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് സിസ്റ്റ് എന്ന് വെച്ചാൽ അതിനകത്ത് കൊളോയിഡ് ഫീൽഡ് ആയിരിക്കും. കേട്ടോ, കൊളോയിഡ് ഡീജനറേഷൻ കൊണ്ടാണ് സിസ്റ്റ് ഫോം ചെയ്യണേ. അപ്പൊ നമ്മള് പോസിറ്റീവ് ഫ്ലക്ച്വേഷൻ ടെസ്റ്റ് ആയിരിക്കും, നമുക്ക് ഫ്ലക്ച്വേഷൻ തട്ടി നോക്കുമ്പോൾ ഇപ്പർ സൈഡിൽ കിട്ടും. ഓക്കെ, സിസ്റ്റ് ഭയങ്കര ടെൻസ് ആൻഡ് ഹാർഡ് ആയിട്ടിരിക്കും. ഓക്കെ, ഈ സിസ്റ്റ് ഹാർഡ് ആയിട്ട് ഇരിക്കാമല്ലോ. പിന്നെ തൈറോയിഡ് പാരഡോക്സ് എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും പറയും കാർസിനോമ ഭയങ്കര ഹാർഡാണെന്ന്, പക്ഷെ ചില വെറൈറ്റി ഓഫ് കാർസിനോമയിൽ സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കാം, അതിന് തൈറോയിഡ് പാരഡോക്സ് എന്ന് പറയണേ. ഈ സിസ്റ്റിക് എന്ന് പറയുന്നത് 30% സോളിറ്ററി നോഡ്യൂൾ ഇല്ലേ, വെറുതെ ഇരിക്കുന്ന സിംഗിൾ വലിയ നോഡ്യൂൾ, അതിനകത്തുള്ള 30% ഈ സിസ്റ്റിക് നോഡ്യൂൾ ആയിട്ട് വരാം. കേട്ടോ, തൈറോയിഡ് സിസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, ക്യാൻസർ അല്ലാത്ത. ഹലോ, കോസസ് ഇല്ലേ, തൈറോയിഡ് അഡിനോമ, കാർസിനോമ, തൈറോയിഡ് സിസ്റ്റം, സിംഗിൾ ലാർജ് MNG തൈറോയിഡൈറ്റിസ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതിനകത്ത് ഒരെണ്ണം ഇതായിരിക്കും. അതിന് മാലിഗ്നൻസിക്ക് ചാൻസ് ഉണ്ടെന്ന് ഓർക്കാം കേട്ടോ. ഈ സിസ്റ്റ് വെറുതെ സിസ്റ്റ് ആയിട്ട് ഇരിക്കുന്നതല്ല, അതിന് വേണമെങ്കിൽ മാലിഗ്നന്റ് ആവാം. പിന്നെ കോംപ്ലക്സ് സിസ്റ്റ് ഉണ്ട്, എന്ന് വെച്ചാൽ സിസ്റ്റിക്സും സോളിഡ് ഏരിയാസും മാറി ഇരിക്കുകയാണെങ്കിൽ അതിന് കോംപ്ലക്സ് സിസ്റ്റ് എന്ന് പറയും. അതിന് ഹൈ ചാൻസ് ഓഫ് മാലിഗ്നൻസി ആണ്. പിന്നെ ഇത് ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആ സിസ്റ്റിനകത്ത് നിന്ന് FNAC എടുക്കും, എന്നിട്ട് FNAC-യിൽ വേണമെങ്കിൽ ഫുൾ ഫ്ലൂയിഡും വലിച്ചെടുക്കാം. അപ്പൊ FNAC ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷനും കൂടെയാണ്. ഹലോ, പിന്നെ വേണമെങ്കിൽ സർജറി ചെയ്ത സിസ്റ്റം നമുക്ക് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ പെർക്യൂട്ടേനിയസ് എത്തനോൾ ഇഞ്ചക്ഷൻ കൊടുക്കാം. കേട്ടോ, എത്തനോൾ കൊടുക്കുമ്പോൾ അതെന്തോ ചുരുങ്ങി പോകുന്നല്ലേ, അത്രേ ഉള്ളൂ. പിന്നെ ഇതിന്റെ ഇൻഡിക്കേഷൻ ഫോർ സർജറി ഇല്ലേ, എന്തിനൊക്കെയാണ് സോളിറ്ററി നോഡ്യൂൾ നമുക്ക് അറിയണ കാര്യം. ഇപ്പൊ മാലിഗ്നന്റ് ആണെങ്കിൽ കൊടുക്കണമല്ലോ, തൈറോയിഡ് ടോക്സിക്കോസിസ് വന്നാൽ സർജറി ചെയ്യണം, നേരത്തെ പറഞ്ഞ കാര്യങ്ങളാട്ടോ, ടെക്സ്റ്റ് കിടക്കുന്നുണ്ട് പിക്ചർ ഇട്ടെന്നേ ഉള്ളൂ. നോഡ്യൂൾ വിത്ത് ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ ബാക്കിലേക്ക് കംപ്രഷൻ വന്നു, അപ്പൊ നമുക്ക് സർജറി ചെയ്യണം. റിക്കറന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക, അപ്പൊ നമുക്ക് സർജറി ചെയ്യണം. കോംപ്ലക്സ് സിസ്റ്റ്, ബോത്ത് സോളിഡ് ആൻഡ് സിസ്റ്റിക് കോമ്പണൻസ് ഉണ്ടെങ്കിൽ സർജറി ചെയ്യാം. പിന്നെ കോസ്മെറ്റിക് റീസൺ നമുക്ക് സർജറി ചെയ്യാം. ഇതൊന്നുമില്ല, ഇത് നമ്മൾ ഈ നോഡ്യൂളിനകത്ത് ആദ്യം TFT ചെയ്യും. TFT കൂടുതലാണെങ്കിൽ റേഡിയോ ആക്റ്റീവ് അയഡിൻ അപ്ടേക്ക് സ്കാൻ, ഹോട്ട് ആണെങ്കിൽ എന്താണ് ആക്റ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യണം, സർജറി ചെയ്യണം. ഓക്കെ, ഡിഫ്യൂസ് അല്ലെങ്കിൽ ഡിഫ്യൂസ് ആയിട്ടുള്ള മറ്റേ കോൾഡ് ആണെങ്കിൽ ഒബ്സർവ് ചെയ്താൽ മതി. പിന്നെ നോർമൽ ആയിട്ട് ഇരിക്കുകയാണ്, TFT നോർമൽ ആണ്. അപ്പൊ നമുക്ക് പക്ഷേ ഗ്രോത്ത് നൊഡ്യൂളുണ്ട്, യൂത്തൈറോയിഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അൾട്രാസൗണ്ട് എടുത്ത് നോക്കുക. അൾട്രാസൗണ്ടിനകത്ത് നമ്മൾ കാണുന്നത് സിസ്റ്റ് ആണോ സോളിഡ് ആണോ നോക്കുക. സിസ്റ്റ് ആണെങ്കിൽ അതിനകത്ത് നിന്ന് FNAC എടുത്തിട്ട് സൈറ്റോളജി നോക്കുക. സൈറ്റോളജിയിൽ എന്തെങ്കിലും മാലിഗ്നന്റ് ആയിട്ട് കാണുവാണെങ്കിൽ സർജറി, ഇല്ലെങ്കിൽ ഫോളോ. സോളിഡ് ആയിട്ട് കാണുവാണെങ്കിൽ സോളിഡിനകത്ത് നിന്ന് നമ്മൾ FNAC എടുക്കുമല്ലോ, എന്നിട്ട് അതിനകത്ത് സെയിം സാധനം തന്നെ, ബിനൈൻ ആണെങ്കിൽ ഇത്, മാലിഗ്നന്റ് ആണെങ്കിൽ സർജറി. അത്രേ ഉള്ളൂ. ഓവർ. എന്തെങ്കിലും പറയണോ? എന്തെങ്കിലും പറയണോ? മനസ്സിലായി. എന്നാ മറ്റേതും കൂടെ പറയട്ടെ, സമയമുണ്ടോ? മറ്റേ മറ്റേ വേണ്ട, ഇൻസ്പെക്ഷന്റെ വായിട്ടാക്കാം.
പിന്നെ പറയാ. പിന്നെ പറയാം. ഓക്കെ എല്ലാരും Exam റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് എക്സാം ഞങ്ങൾക്കല്ലേ? നിങ്ങൾക്ക് ആർക്കുമില്ലല്ലോ. ഉണ്ട് ഇല്ല എല്ലാവർക്കും ഉണ്ട്. ഇല്ല. ഒരു ബാച്ചിനുള്ളോ? ആ സി ബാച്ചിന് എനിക്കുണ്ട്. സി ബാച്ചിന് മാത്രമേ ഉള്ളൂ അല്ലേ? ഗോപിയുടെ ഇന്നലെ കഴിഞ്ഞില്ലേ? ഹലോ, ഞാൻ ഇന്നലെ എഴുതിയില്ല, ഞാൻ നിങ്ങളുടെ കൂടെ എഴുതണേ. നിനക്ക് ഞാൻ ഇന്നലെ നിങ്ങളുടെ കൂടെയാ, നെറ്റൊക്കെ പോയി പ്രശ്നം. നല്ലത്. അത് പറ്റിയില്ല, അപ്പൊ പിന്നെ നിങ്ങളുടെ കൂടെ ഇന്ന് എഴുതും. പരീക്ഷ ഒരു കാര്യം കൂടെ ഞാൻ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞോട്ടെ. WHO ഗ്രേഡിംഗ് ഓഫ് ഗോയിറ്റർ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് എന്ന് പറയാം. ഗ്രേഡ് 0 ആണെങ്കിൽ എന്താണ്? നോ വിസിബിൾ ഓർ പാൽപ്പബിൾ ഗോയിറ്റർ. ഗോയിറ്റർ എന്ന് വെച്ചാൽ എൻലാർജ് തൈറോയിഡ് അല്ലേ? കാണുന്നില്ല, പക്ഷെ ചെറുതായിട്ടുണ്ട്. WHO ഗ്രേഡിംഗ് ഗ്രേഡ് 0. ഗ്രേഡ് 1 ആണെങ്കിൽ പാൽപ്പബിൾ ആണ്, പക്ഷെ നോട്ട് വിസിബിൾ ഇൻ നോർമൽ പൊസിഷൻ. നമ്മളിങ്ങനെ വെറുതെ നേരെ നോക്കിയിരുന്നാൽ കിട്ടൂല. പാൽപ്പബിൾ ആണ്, നേരെ നോക്കിയിരുന്നാൽ കിട്ടില്ല. അങ്ങനത്തെ അപ്പൊ നമ്മൾ ഈ നൊടികൾ കാണണമെങ്കിൽ പേഷ്യന്റിന്റെ അടുത്ത് നെക്ക് മേളിലേക്ക് നോക്കാൻ പറയണം കേട്ടോ. അപ്പത്തേക്ക് നമ്മുടെ നൊടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫേഷ്യൊക്കെ ടെൻസ് ആയിട്ട് നൊടികൾ ഇങ്ങനെ തള്ളി വരും. ഓക്കെ, അതാണ് ഗ്രേഡ് 1. പാൽപ്പബിൾ ആണ്, പക്ഷെ നേരെ നോക്കിയാൽ കാണൂല. ഗ്രേഡ് 2 ആണെങ്കിൽ നോർമൽ പൊസിഷൻ നെക്കിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി പറഞ്ഞോ. അത്രേ ഉള്ളൂ. അപ്പൊ ഈ കാർസിനോമ ബ്രസ്റ്റും തൈറോയിഡും രണ്ടും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളതാണ്. അത് നമുക്ക് പറ്റുവാണെങ്കിൽ ഇന്ന് രാത്രി 10 മണിക്ക് നടത്താം. അതിന് മുന്നേ 7 മണിക്ക് 8 മണിക്ക് നമ്മുടെ ഗോപിയുടെ ചെറിയൊരു ക്ലാസ് ഉണ്ട്. ചെറിയ ടോപ്പിക് അല്ലേ ഗോപിയ? ഗോപിയുടെ ചെറിയ ടോപ്പിക്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇതിന്റെ ബാക്കി ഇനി കുറച്ചുകൂടെ അല്ലേ ഉള്ളു ഈശ്വരനെ? ഇതിന്റെ കുറച്ചുകൂടെ എക്സാമിനേഷൻ പെട്ടെന്ന് കഴിയും. ആ പിക്ചേഴ്സ് ഉണ്ടല്ലോ, ആ പടം നിങ്ങൾ നോക്കിയാൽ മതി കയറുന്നതിന് മുമ്പ്. എക്സാമിനേഷൻ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് ഇനി വലിയ ക്ലാസ് ഒന്നും ഇല്ല. അപ്പൊ നിങ്ങൾ ഈ തൈറോയ്ഡ് നല്ലപോലെ പഠിക്കുക, ബ്രസ്റ്റ് നല്ലപോലെ പഠിക്കുക. രാത്രി 10 മണിക്ക് ക്വിസ് ഉള്ളൂ. ഇപ്പൊ പോയി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് തൈറോയിഡിന്റെ വായിക്കുക. എന്നിട്ട് പിന്നെ എക്സാമിനേഷൻ മാത്രമേ ഉള്ളൂ. അത് ഒരു സെഷൻ മതി ഇല്ലേ? ഗോപികയുടെ ഒരു 40-30 മിനിറ്റ്സ് മതി എന്ന് പറഞ്ഞു ഗോപി. അതും രാത്രി നടത്താം. പിന്നെ 10 മണിക്ക് ക്വിസ് നടത്താം. ഓക്കെ, ക്വിസ് അല്ല MCQ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ശരി. ഗുഡ് നൈറ്റ്.